വെണ്ണരയിൽ മകൻ അമ്മയെ വീട്ടുമുറ്റത്ത് കുഴിച്ചുമൂടി. വെണ്ണല സ്വദേശി അല്ലിയാണ് മരിച്ചത്. മകൻ പ്രദീപ് പോലീസിന്റെ കസ്റ്റഡിയിലാണ്. നവമി ദിനേശ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. നവമി, ആ സ്പോട്ടിൽ എത്തിയിട്ടുണ്ടോ? എന്താണ് അവിടുത്തെ ഒരു പശ്ചാത്തലം? അഭിലാഷ്, നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതാണ് മരിച്ച അല്ലിയുടെ വീട്. ഇന്ന് പുലർച്ചെ 4 മണിയോടുകൂടിയാണ് അല്ലിയെ വീട്ടുമുറ്റത്ത് കുഴിച്ചിടുന്നത്. തൊട്ട് അയൽവക്കത്തുള്ളവരാണ് ഇത് കണ്ടത്. പുലർച്ചെ 4 മണിയോടെയായിരുന്നു സംഭവം. ഇവർ ഉടനെ അസ്വാഭാവികത തോന്നി, ഇതൊരു മൃതദേഹമല്ലേ എന്നുള്ളൊരു സംശയം തോന്നി പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. പാലാരിവട്ടം പോലീസ് സ്ഥലത്തെത്തിയപ്പോഴാണ് മകൻ പ്രദീപ്, അത് മദ്യപാനിയായിട്ടുള്ളൊരു വ്യക്തി കൂടിയാണ്, നിരന്തരം ഇവിടെ ഈ കുടുംബത്തിൽ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നു, അമ്മയുമായിട്ടൊക്കെ നിരന്തരം ബഹളം വെക്കുന്ന ആളായിരുന്നു പ്രദീപ് എന്നുകൂടി നാട്ടുകാരും സ്ഥിരീകരിക്കുന്നുണ്ട്. ഉടൻ തന്നെ പോലീസ് പ്രദീപിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അമ്മ മരിച്ചതിന് ശേഷം താൻ കുഴിച്ചിട്ടതാണ് എന്നാണ് പ്രദീപ് പോലീസിന് നൽകിയ മൊഴി. പക്ഷെ അത് പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. ഈ അല്ലിയും മകനും പ്രദീപും മാത്രം ആണ് ഇപ്പോൾ ഈ വീട്ടിൽ താമസിക്കുന്നത്. ഒരു മകളുണ്ട്, അല്ലിക്കൊരു മകളുണ്ട്, അതായത് പ്രദീപിന്റെ സഹോദരി. അവർ കാക്കനാട് തന്നെ മറ്റൊരിടത്താണ് താമസിക്കുന്നത്. കുറച്ച് അല്ലിക്ക് ഈ ഷുഗർ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടെന്നല്ലാതെ മറ്റ് അസുഖങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. പ്രദീപ് പക്ഷേ മദ്യപാനിയാണ്, നിരന്തരം ഇവിടെ ബഹളം ഉണ്ടാക്കുന്ന ആളാണ്. പ്രദീപിന്റെ കുടുംബം, അതായത് പ്രദീപിന് ഭാര്യയും കുട്ടികളുമുണ്ട്. അവരുമായി പിരിഞ്ഞ് കുറച്ച് വഴക്കുകളെ തുടർന്ന് അവരുമായി പിരിഞ്ഞ് താമസിക്കുകയായിരുന്നു എന്നാണ് നാട്ടുകാരും പറയുന്നത്. എന്തായാലും പോലീസ് ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും. പോസ്റ്റ്മോർട്ടം നടപടികൾ കൂടി നടത്തേണ്ടതുണ്ട്. കാരണം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ നമുക്ക് ഇതൊരു കൊലപാതകമാണോ എന്നതിലേക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. പോലീസും ആ ഒരു സംശയം തള്ളിക്കളയുന്നില്ല. നമുക്ക് നാട്ടുകാരുടെ പ്രതികരണമുണ്ട്, അതിലേക്കൊന്ന് പോകാം. പ്രായമായ അമ്മ പുള്ളി ഇന്നലെ മരുന്നിന് കൊണ്ടുപോയിട്ടുണ്ട്. ഭാര്യയായിട്ടൊക്കെ പുള്ളി ഉടക്കി. ഭാര്യ മൂത്ത മോനും വേറെ സ്ഥലത്താണ് താമസിക്കുന്നത്. ഭാര്യയുടെ വീട്ടില് അമ്മയും ഇളയ മോനുമാണ് താമസിക്കുന്നത്. അതെവിടെയാണെന്ന് അറിയില്ല. പുള്ളി ഏതോ ഹോസ്പിറ്റലിലൊക്കെ ഓട്ടോറിക്ഷ വിളിച്ചു. വെള്ളം മദ്യം ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആള് വയലന്റ് ആണ്. അല്ലല്ല, അമ്മേനെ കൊണ്ടുപോയ കാര്യം പറഞ്ഞ പുള്ളിക്ക് ചികിത്സയ്ക്ക് ഉണ്ട്. അമ്മയായിട്ട് ഇവിടെ ഒച്ചപ്പാടും ബഹളം കാണും. പരിസരവാസികളൊക്കെ മടുത്തിരിക്കുകയാണ് ഇവിടെ. അതെ, 3 ആഴ്ചയായിട്ട് തുറന്നിട്ടില്ല. അല്ല, അവർക്ക് ആർക്കും താല്പര്യമില്ലാത്തതാണ്. അവരാരും ഇടപെടാറില്ല സത്യത്തില്. പുള്ളിക്ക് ഇവിടെ ടയർ കട ഉണ്ട്. ടയർ കട ഇപ്പോൾ 2-3 ആഴ്ചയായിട്ട് തുറന്നിട്ടില്ല. സ്ഥിരം വെള്ളം ഒടിച്ച് നടക്കണേ പുള്ളി. ടയർ കട തുറക്കാതെ പുള്ളിയുടെ ഭാര്യ ഉടക്കി പിണങ്ങിപ്പോയി. ഭാര്യ വീട്ടിലാണ്. മകള് ഇളയ മോനുണ്ട് കൂടെ. ഇളയമോൻ ആളുടെ കൂടെ ഉണ്ട്. അതെ, ഇളയമോനുണ്ട്. പിന്നെ മൂത്ത മോൻ അമ്മയുടെ കൂടെയാണ്. അമ്മ നാട്ടുകാരുമായിട്ട് സഹകരിക്കുന്ന ആളായിരുന്നോ? ഈ അമ്മ ഇപ്പം കുറെ നാളായിട്ട് കിടപ്പാണ്. അങ്ങനെ പുറത്തോട്ടൊന്നും അധികം പോകില്ല. കാലിലൊക്കെ വ്രണം വന്നിട്ട് നടക്കാനൊന്നും പറ്റാത്തൊരു കണ്ടീഷനിലാണ്. അപ്പോൾ നാട്ടുകാർ ഈ പ്രദീപ് ഇങ്ങനെ ആയത് കാരണം ആരും അങ്ങനെ അടുക്കാറില്ല. കാരണം എല്ലാവരും ചീത്ത വിളിക്കലും കാര്യങ്ങളൊക്കെയാണ്. ഒരു സഹോദരി ഉണ്ട് ഈ പ്രദീപിന്. അപ്പോൾ അവരെ വിളിച്ചിട്ടുണ്ട്. അവർ വന്നോ ഇല്ലോ എന്നുള്ള അറിയില്ല. പോലീസ് ബന്ധപ്പെട്ടിട്ടുണ്ട്, വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ആണ് നിലവിലുള്ള അഭിലാഷ്. ഇങ്ങനെയാണ്